ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ ഒരു ലോങ് ഡ്രസ്സിൻ്റെ കട്ടിങ് ഇട്ടിരുന്നു. അതിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഇതിൻ്റെ കട്ടിങ് കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വീഡിയോ പോയി കാണുക. അപ്പോൾ ആദ്യം നെക്കിൻ്റെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ നെക്കിൻ്റെ അതേ ഷേപ്പിൽ 1 ഇഞ്ച് വീതിയിൽ ഒരു പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശത്ത് ഈ ഒരു പീസ് തുണിയുടെ നല്ല വശം ചേർത്ത് വെച്ച് നെക്കിൻ്റെ ഭാഗത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തും ഈ ഒരു നെക്കിൻ്റെ അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള തുണി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റിച്ച് ചെയ്തതിൽ തട്ടാതെ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. ഫ്രണ്ട് പാർട്ടിലും ബാക്ക് പാർട്ടിലും ഇതുപോലെ കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പാർട്ടിൽ വെച്ചിട്ടുള്ള ഈ ഒരു തുണിയുടെ പീസിനെ ഇതിൻ്റെ റോങ് സൈഡിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ റോങ് സൈഡിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് ഈ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് ഈ ഒരു ബാക്ക് പാർട്ടിൽ വെച്ചിട്ടുള്ള ഈ ഒരു തുണിയുടെ പീസ് ഇതുപോലെ ഫ്രണ്ട് പാർട്ടിൻ്റെ മുകളിലേക്ക് വെച്ച് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ മറ്റേ ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ 2 ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബാക്ക് പാർട്ടിൽ വെച്ചിട്ടുള്ള ഈ ഒരു തുണിയുടെ പീസിനെ ബാക്ക് പാർട്ടിൻ്റെ റോങ് സൈഡിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ 2 ഷോൾഡറും നെക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 സ്ലീവും ജോയിൻ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ടോപ്പ് പാർട്ടിൻ്റെ നല്ല വശം മുകളിലാവുന്ന പോലെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തേക്ക് സ്ലീവിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടി ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്ത ഭാഗം ഒരുമിച്ച് വെച്ച് 2 സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ നല്ല വശവും ടോപ്പ് പാർട്ടിൻ്റെ നല്ല വശവുമാണ് ചേർത്ത് വെച്ചിട്ടുള്ളത്. ഇതുപോലെ 2 സ്ലീവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്ലീവിൻ്റെ തായ് ഭാഗത്ത് വേറൊരു പീസ് തുണി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുവേണ്ടി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു തുണിയുടെ സെൻറ്റർ ഒന്ന് ആദ്യം മാർക്ക് ചെയ്യാം. അതിന് ഈ തുണിയുടെ പീസിനെ 2ആയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി ഈ ഫോൾഡിങ് വരുന്ന ഭാഗത്ത് ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് തുണിയുടെ നല്ല വശമാണ് മുകളിൽ വരുന്നത്. ഈ ഒരു തുണിയുടെ പീസിൽ കട്ടിങ് കൊടുത്ത ഭാഗവും സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് സെൻറ്റർ അറിയാൻ വേണ്ടി കട്ടിങ് കൊടുത്ത ഭാഗവും ഒരുമിച്ച് വെച്ചിട്ട് 2 സൈഡിൽ നിന്നും ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു പീസ് തുണിയുടെ നല്ല വശത്ത് ഈ ഒരു സ്ലീവിൻ്റെ മോശം വശം ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. 2 തുണിയുടെയും നല്ല വശമാണ് മുകളിൽ വരുന്നത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പീസ് തുണിയെ നിവർത്തി ഇതിൻ്റെ താഴ്ഭാഗം 1/2 ഇഞ്ചിലൊന്ന് മടക്കിയിട്ട് ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം കവർ ചെയ്യുന്ന പോലെ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് കയറ്റി വെച്ച് ഇതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഡ്രസ്സിൻ്റെ താഴേക്ക് വരുന്ന സ്കേർട്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സ്കേർട്ട് പാർട്ട് 2 ലെയറായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ലെയറിന് വേണ്ടിയിട്ടുള്ള ഈ തുണിയിൽ ഒരു ഭാഗത്ത് ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് ലെങ്ത് കൂട്ടിയിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം.
ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗത്തുനിന്ന് ത്രെഡ് പതുക്കെ വലിച്ച് ഫ്രില്ലിട്ട് കൊടുക്കാം. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പാർട്ടിനുള്ളതാണ്. ഇനി ബാക്ക് പാർട്ടിനുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇതുപോലെ 2 പീസിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് വരുന്ന സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ടുള്ള ഈ തുണിയിൽ ഒരു ഭാഗത്തൂടെ ലെങ്ത്ത് കൂട്ടിയിട്ടുള്ള സ്റ്റിച്ചിട്ട് കൊടുക്കാം, ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം റോങ് സൈഡിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയും വേണം. അപ്പോൾ ഇതുപോലെ താഴ്ഭാഗം റോങ് സൈഡിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പാർട്ടിനുള്ളതാണ്. ഇനി ഇതുപോലെ തന്നെ ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ടും ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ 2 പീസിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു തുണിയെ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള ഫസ്റ്റ് ലെയറുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള ഈ തുണിയുടെ നല്ല വശം മുകളിലാവുന്ന പോലെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു താഴ്ഭാഗത്ത് സെക്കൻഡ് ലെയറിൻ്റെ നല്ല വശം ഫ്രില്ലിട്ട ഭാഗം ഇതുപോലെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പാർട്ടിനുള്ളതാണ്. ഇനി ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ടുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇതുപോലെ ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ടുള്ളതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ടോപ്പ് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ടോപ്പ് പാർട്ടിൻ്റെ നല്ല വശം മുകളിലാവുന്ന പോലെ വെച്ചിട്ടുണ്ട്. ഈ ടോപ്പ് പാർട്ടിൻ്റെ താഴ്ഭാഗത്ത് വേസ്റ്റിൻ്റെ ഭാഗത്ത് സ്കേർട്ട് പാർട്ടിൻ്റെ ഈ ഫ്രില്ലിട്ട ഭാഗം നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പാർട്ടിലും ബാക്ക് പാർട്ടിലും ഇതുപോലെ സ്കേർട്ട് പാർട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ താഴ്ഭാഗം മുതൽ ടോപ്പിൻ്റെ താഴ്ഭാഗം വരെ 2 സൈഡും കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.